എല്ലാവരെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. മാത്രമല്ല ഇങ്ങനെ ഒരു അവസരം എനിക്കും ലഭ്യമായതിൽ ഞാൻ സന്തോഷിക്കുകയും ദൈവത്തിന് എല്ലാ മഹത്വവും നൽകുകയും ചെയ്യുന്നു. Especially I am thankful to this assembly and the overseers and elders for giving me this opportunity to share from the God's word. ഇന്നലെ നമ്മൾ പഠിച്ച ദൈവവചനത്തിന്റെ തുടർച്ചയായിട്ട് ചില ചിന്തകളാണ് ഇന്നും ഞാൻ നിങ്ങളോട് ഒരുമിച്ച് പങ്കുവയ്ക്കുവാനായിട്ട് കർത്താവിൽ താല്പര്യപ്പെടുന്നത്. Yesterday we started to begin to discuss about the subject of intimacy with God. ദൈവവുമായിട്ടുള്ള നമ്മുടെ അഭേദ്യമായ ബന്ധം എന്നുള്ള വിഷയമാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് ഇടയായി തീർന്നത്. How we should desire God. ദൈവത്തെ എങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്? Why we should desire God. എന്തിനാണ് നമ്മൾ ദൈവത്തെ ആഗ്രഹിക്കുന്നത്? How to desire God. ദൈവത്തെ എങ്ങനെയാണ് ആഗ്രഹിക്കേണ്ടത്? So these are the topics we have covered yesterday. ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് when we desire God, നമ്മൾ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ, ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുമ്പോൾ, when we have an intimacy with God, there is a meeting place. ഇപ്പൊ എനിക്കൊരാളോട് ഒരു ആഗ്രഹമുണ്ട് എന്ന് വിചാരിക്കുക. ആളോട് ഞാൻ പറയാം ഇങ്ങോട്ട് വരണം, അപ്പം അദ്ദേഹം ഇങ്ങോട്ട് വരുന്നു, ഞാൻ അങ്ങോട്ട് ചെല്ലുന്നു. സോ ദെൻ there will be a meeting place, അല്ലെ? രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചേരുന്ന ഒരു സ്ഥലമുണ്ട്. See, when I desire God, ഞാൻ ദൈവത്തെ ആഗ്രഹിക്കുമ്പോൾ ദൈവം എന്നെ ആഗ്രഹിക്കുന്നു. അപ്പൊ ദൈവം എന്നെ ആഗ്രഹിക്കുമ്പോൾ ഞാനും ദൈവവും കൂടെ ചേരുന്ന ഒരു സ്ഥലം, the meeting place. അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. പ്ലീസ് turn with me to the book of James chapter 4 verse 8. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 8-ാമത്തെ വാക്യം. Draw near to God and he will draw near to you. Cleanse your hands, you sinners, and purify your hearts, you double-minded. Yes. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. See, go near to God. The God says that come near to me or come near to God and he will come near to you. അല്ലേ? നാം ദൈവത്തോട് അടുത്ത് വരുവേൻ, ദൈവം നമ്മളോട് അടുത്ത് വരും. അപ്പോൾ ദൈവവും ഞാനും കൂടെ അടുത്ത് വരുന്ന ഒരു പർട്ടിക്കുലർ പ്ലേസ് ഉണ്ട്, ഒരു സ്ഥാനമുണ്ട്. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഞാനും ദൈവവുമായിട്ട് മീറ്റ് ചെയ്ത സ്ഥാനം. എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ കണ്ടുമുട്ടുന്ന, ദൈവവുമായിട്ട് സമ്മേളിക്കുന്ന, ദൈവവുമായിട്ട് ആശയവിനിമയം നടത്തുന്ന, ദൈവത്തോട് ഒരുമിച്ച് ഇരിക്കുമ്പോൾ ദൈവം എന്നിൽ പ്രസാദിക്കുന്ന, ദൈവത്തെ ഞാൻ ആസ്വദിക്കുന്ന. So that particular place, ആ പ്രത്യേകമായ സ്ഥാനം, the place where I enjoy God, where I delight in God, ഞാൻ ദൈവത്തിൽ സന്തോഷിക്കുന്ന ആ പ്രത്യേകമായ സ്ഥാനം. Where is that place? ആ സ്ഥാനം എവിടെയാണ്? അല്ലെങ്കിൽ ആ സംഗമ സ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. Now here one thing we have to understand. When we come before God, when we come near to God, not on our terms, but on the terms of God. നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുന്നത് എങ്ങനെയാണ്? നമ്മുടെ ടേംസ്, നമ്മുടെ വ്യവസ്ഥ പ്രകാരം വരുന്നത്. എന്താ ദൈവത്തോട് പറയുന്നത്? ദൈവം എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ, എനിക്ക് ഇങ്ങനെ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വരികയുള്ളൂ, അല്ലെ? സോ വി പുട്ട് സം കണ്ടീഷൻസ് ബിഫോർ ഗാഡ്. ഐ ഡോണ്ട് ഹാവ് ടൈം, ഞാൻ വെരി ബിസി പേഴ്സൺ, ഞാൻ ഒത്തിരി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്, വളരെ ബിസി ആയിട്ടുള്ള ഒരാളാണ്. സോ എനിക്ക് എല്ലാ കാര്യങ്ങളൊന്നും, എല്ലാ വ്യവസ്ഥകളൊന്നും എനിക്ക് പാലിക്കാനൊന്നും പറ്റില്ല. സോ ഐ പുട്ട് സം കണ്ടീഷൻസ്. അതുകൊണ്ട് നമ്മൾ ചില കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ദൈവത്തോട് നമ്മൾ പറയാ, ലോർഡ് ദിസ് ഈസ് മൈ കണ്ടീഷൻ, യു പ്ലീസ് കം ഡൗൺ ടു ദ ലെവൽ ഓഫ് മീ ആൻഡ് കം നിയർ ടു മീ. ഇന്ന് ഞാൻ പറയട്ടെ, ഒരു കാലത്ത് നമുക്ക് ദൈവത്തെ മീറ്റ് ചെയ്യാൻ പറ്റില്ല. എന്താ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, God cannot come down to our terms. ദൈവത്തിന് ഒരിക്കലും നമ്മുടെ ടേംസിലേക്ക് ഇറങ്ങി വരാൻ പറ്റത്തില്ല. ദൈവത്തിന് എങ്ങനെയാ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് കുറയ്ക്കാൻ പറ്റുമോ? ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് മാറ്റാൻ പറ്റുമോ? നോ, നെവർ. God cannot come down to our terms, but what we have to do,
we have to raise our terms according to the terms of God. നമ്മള് ദൈവത്തിന്റെ വ്യവസ്ഥയിലേക്ക് നമ്മൾ ഉയർത്തപ്പെടണം. Suppose we say that no Lord, I want to go on according to my terms, then you will never meet God. കാരണം ദൈവത്തിന്റെ വഴിയും എന്റെ വഴിയും തമ്മിൽ ഒരിക്കലും ചേരത്തില്ല. ഞാൻ എന്റെ വഴിയാൻ പോവുകയാണ്, ദൈവത്തിന്റെ വഴിയായി. So you will not meet together. ഒരിക്കലും ദൈവവുമായിട്ട് നമുക്ക് സമ്മേളിക്കാനായിട്ട് പറ്റുകയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം you will never enjoy God. You will never have the intimacy with God. ദൈവമായി നമുക്ക് ദൈവത്തെ വിളിക്കാം, നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു, but you will never enjoy and delight in God. വായിക്കുന്നത് ഞാൻ എന്റെ ദൈവമായ യഹോവയിൽ രസിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ആ ഒരു രസം, ആ ഒരു സന്തോഷം we can't experience in our life. അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? നമ്മള് ദൈവത്തിന്റെ ടേംസിലേക്ക്, ദൈവത്തിന്റെ കണ്ടീഷനിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുവാനായിട്ട് വളരെ ആവശ്യമുണ്ട്. അപ്പോഴ് അതെങ്ങനെയാണ് സാധിക്കുക? ആമോസിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കണ്ട, ആ ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അവിടെ ഇസ്രായേൽ ജനത്തോട് എങ്ങനെയാണ് ദൈവത്തിന്റെ അടുക്കലേക്ക് വരേണ്ടത് എന്നുള്ള ആഹ്വാനം കൊടുക്കുകയാണ്. How they should come at the presence of God. How should they meet God? What kind of terms they have to follow in order to meet God. അപ്പൊ എങ്ങനെയാണ് വരേണ്ടത് എന്ന് അവരോട് പറയുക. Chapter 4 verse 1, 4-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിക്കാമോ? Chapter 4 verse 1. Hear this word, you cows of Bashan, who are on the mountain of Samaria, who oppress the poor, who crush the needy, who say to the husband, bring wine, let us drink. ഇവിടെ നമ്മൾ വായിക്കുന്ന 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണുന്നത് their behavior-നെ കുറിച്ച് പറയാം. Their behavior. How was their behavior? Their behavior was according to their terms. അവരുടെ സ്വഭാവം എന്ന് പറയുന്നത് ദൈവം വെച്ച സ്വഭാവമല്ല. ദൈവം അവരോട് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കണം, നിങ്ങളുടെ ബിഹേവിയർ ഇങ്ങനെയായിരിക്കണം. But they never heard God and they started to live according to their behavior. ഇനി അവിടെ വായിക്കുന്നത് എന്താ? ഇസ്രായേലിയ സ്ത്രീകളെ എന്താ വിളിച്ചിരിക്കുന്നത്? ബാശാന്യ പശുക്കളെ എന്നാ വിളിച്ചിരിക്കുന്നത്, അല്ലെ? ബാശാന്യ പശുക്കളെ. അതെന്തിനെ കാണിക്കുക അറിയാമോ? അത് ആ സ്ത്രീകൾ അഹങ്കാരത്തെ കാണിക്കുക, നിഗളത്തെ കാണിക്കുക. They are proud, they are jealous എന്ന് പറഞ്ഞാൽ their behavior is not according to the terms of God. അവരുടെ ബിഹേവിയർ ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള ബിഹേവിയർ അല്ല. അത് അവർ അഹങ്കരിച്ച് നടക്കുക. ഇനി അവിടെ തന്നെ വായിക്കുന്നുണ്ട്, നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, അവർ ഭർത്താക്കന്മാരോട് എന്താ പറയുന്നത്? ബ്രിങ് ദ കമ്മീഷൻ. ചില ട്രാൻസ്ലേഷനിൽ പറയുന്നത് ഗെറ്റ് us കമ്മീഷൻ. ഭർത്താക്കന്മാർ പറയാ നിങ്ങൾ പോയി എന്ത് കൊണ്ടുവരണം? കമ്മീഷൻ കൊണ്ടുപോവാ. എങ്ങനെ കമ്മീഷൻ കൊണ്ടുവരുന്നത്? നേരായി ജീവിച്ചിട്ടല്ല. കമ്മീഷൻ കിട്ടും നമുക്കറിയാമല്ലോ. ചൊവ്വേന്നേരം ജീവിക്കുന്നവർക്കൊന്നും കമ്മീഷൻ കിട്ടുകയല്ല, അല്ലാത്തവർക്കാണ് കിട്ടുന്നത്. സോ they are asking their husbands to bring the commission, get the commission. If they are following God's word and God's law, and if they live righteously, they cannot bring the commission. But here they are asking to their husband to bring the commission. ഇനി വീണ്ടും നമ്മൾ കാണുന്ന അവരുടെ പെരുമാറ്റത്തെ കുറിച്ചാണ് പ്രവാചകൻ അത് പറയുന്നത്. Then when you come to verses 4 and 5, please. Come to Bethel and transgress. At Gilgal multiply transgression. Bring your sacrifices every morning, your tithes every 3 days. Look at their worship. അവർ ആരാധനയെ കുറിച്ചാണ് പറയുന്നത്. Where they are going to worship? They are going to worship Bethel. അവർ ബേഥേലിലേക്ക് പോവുക. കാരണം their worship was according to their terms. എന്താ ബേഥേലിൽ പോയോണ്ട് കുഴപ്പം എന്താ? ബേഥേലിൽ പോയി ആരാധിച്ച ദൈവം കേൾക്കില്ലേ? ബേഥേലിൽ ആരാധിക്കുന്നത് ദൈവത്തെ അല്ല, കാളക്കുട്ടിയെ ആരാധിക്കുന്നത്. They are worshiping the idol in Bethel, not the living God. കാരണം നമുക്കറിയാം യൊരോബെയാമിന്റെ കാലത്ത് ഈ കാളക്കുട്ടി ഉണ്ടാക്കി വെച്ചതാണ്. They are going to Bethel to worship the idol, not to worship the living God. That means they are not worshiping the Lord according to
The terms of God. ദൈവം എന്നാ പറഞ്ഞത്? ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ നമുക്കറിയാം അന്നത്തെ കാലത്ത് യെരൂശലേമിലേക്കാണ് പോകുന്നത്. ബട്ട് ഹിയർ നൗ they go to Bethel. അപ്പോൾ അവർ ആരാധന ശരിയല്ല. അവർ ആരാധന അവരുടെ ഇഷ്ടപ്രകാരം അവർ ആരാധിക്കുക. ദൈവത്തിന്റെ ന്യായപ്രമാണം ലംഘിച്ചുകൊണ്ടുള്ള ആരാധന. യാഗങ്ങൾ അവർ അർപ്പിക്കുന്നുണ്ട്. They offer sacrifices but not to the living God but to the idol. അവര് ഈ ഓഫറിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. ബട്ട് this offering is not goes to the living God. ജീവനുള്ള ദൈവത്തിനല്ല അവർ ഓഫറിംഗ് നടത്തുന്നത്, യാഗം നടത്തുന്നത്. പിന്നെ ആർക്കാ? ഈ കാളക്കുട്ടിയുടെ മുമ്പിലാണ് അവര് ആരാധിക്കുന്നത്. It means their worship was not according to the terms of God. ഇനി നമ്മൾ മുന്നോട്ട് നോക്കിയാൽ നമ്മൾ കാണുന്നത് for 6 to 11, 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. Yeah. I gave you plainness of cheek in all your cities, and lack of bread in all your places. Yet you have not returned to me, says the Lord. Okay, if you keep on read that verses, you will understand some of the very important things. That means ദൈവം തന്റെ വിശുദ്ധിയിൽ in his holiness ദൈവം ശ്രീജനത്തോട് ആവശ്യപ്പെടുകയാണ്. What they are? Turn unto me. എങ്കലേക്ക് തിരിയണം. നിങ്ങളുടെ വ്യവസ്ഥ പ്രകാരം പോകുന്നത് നിർത്തണം. Stop it and you turn to me. നിങ്ങൾ എങ്കലേക്ക് തിരിയുക. പക്ഷെങ്കിൽ എന്താ സംഭവിച്ചത്? നമ്മൾ വായിക്കുന്ന ഏതാണ് 5 പ്രാവശ്യം 5 times it is repeated, they did not turn to God. അവർ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞില്ല. 5 times the statement that is repeated, they did not turn to God. ദൈവം തന്റെ പ്രവാചകനിലൂടെ ആവശ്യപ്പെട്ടിട്ട് അവർ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നില്ല. കാരണം അവരുടെ വ്യവസ്ഥ വിട്ടുമാറാൻ പറ്റുന്നില്ല. Let me tell you this evening, ഇത് തന്നെയല്ലേ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം തന്റെ വചനത്തിലൂടെ എത്രയോ പ്രാവശ്യം ദൈവദാസന്മാരെ നമ്മുടെ മധ്യത്തിലേക്ക് അയക്കുന്നു, ദൈവദാസന്മാരോട് നമ്മോട് സംസാരിക്കുന്നു. പക്ഷെങ്കിൽ നമ്മൾ നമ്മുടെ വ്യവസ്ഥ വിടാൻ തയ്യാറല്ല. So we have something to follow. അല്ലെങ്കിൽ നമുക്ക് ചില പാറ്റേൺസ് ഉണ്ട്. We follow that pattern and we are telling to Lord, കർത്താവേ ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റുള്ളൂ, ഇത് കൂടുതലൊന്നും എന്നോട് ചെയ്യാനായിട്ട് എനിക്കും പറ്റത്തില്ല, ഈ പറയുന്ന പോലൊന്നും അങ്ങനെ ടേൺ ചെയ്യാനൊന്നും എനിക്ക് പറ്റത്തില്ല. Now listen, verse 12 വാക്യം. Therefore, thus will I do to you, O Israel, because I will do this to you. Prepare to meet your God, O Israel. 5 times God asked the people of Israel to turn unto me. എങ്കിലേക്ക് തിരിയാൻ 5 പ്രാവശ്യം പറഞ്ഞു, പക്ഷെ അവർ തിരിഞ്ഞില്ല. 12 വാക്യം. അതുകൊണ്ട്, therefore, അതുകൊണ്ട്, ഏതുകൊണ്ട്? Because they did not turn to God. അവർ ദൈവത്തിങ്കിലേക്ക് തിരിയാഞ്ഞത് കൊണ്ട് ദൈവം ഇസ്രായേലേ, ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും, ഞാൻ ഇത് നിന്നോട് ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ള. This is a very, very strong charge to the people of Israel. ഇസ്രായേലിനോട് ദൈവം പറയുന്ന വളരെ ശക്തമായ ഒരു ഭാഷയാണ്. എന്താ? നീ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞില്ലെങ്കിൽ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക, ഇല്ലെങ്കിൽ ഞാനിത് നിന്നോട് ചെയ്യാൻ പോവുകയാണ്. ദൈവം തന്റെ നീതിയുടെ വാളെടുത്താൽ ആർക്കും അതിനു മുമ്പിൽ നിൽക്കാനായിട്ട് പറ്റുകയില്ല. എത്ര വലിയ ആളാണെങ്കിലും ദൈവത്തിന്റെ വാളിന് മുമ്പാകെ ആർക്കാണ് ചെറുക്കാൻ കഴിയുക? ആർക്കാണ് നിൽക്കാനായിട്ട് കഴിയുക? ഇന്ന് പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലണം. നോട്ട് ഓൺ മൈ ടേംസ് ബട്ട് ഓൺ ദ ടേംസ് ഓഫ് ഗാഡ്. നമ്മൾ തീരുമാനിക്കേണ്ടതാണ്, കർത്താവേ നിന്റെ വചനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഐ എം റെഡി ടു ഒബേ ദാറ്റ്, ഐ എം റെഡി ടു ഫോളോ ദാറ്റ്. നോട്ട് ഓൺ മൈ ടേംസ്, എന്റെ ഇഷ്ടപ്രകാരമല്ല. ബിക്കോസ് എന്റെ ഇഷ്ടത്തിന് ദൈവത്തിന് മുമ്പാകെ ഒരു സ്ഥാനവുമില്ല. കാരണം ദൈവം തന്റെ ഇഷ്ടം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. God's terms are revealed in the scripture. It is there already. ഞങ്ങൾ ഈ പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്റ്റുഡൻസ് ഒക്കെ ചിലപ്പോൾ ചോദിക്കും, സാറേ അത് ശരിയാണോ ഇത് ശരിയാണോ എന്നൊക്കെ ചോദിക്കുന്ന പലരുണ്ട്. അപ്പം ഞാൻ പറയാറുള്ള ഒരു കാര്യം,
Revelation, there are different types of revelation. One is progressive revelation. അത് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, പ്രോഗ്രസീവ് റെവലേഷൻ. കാരണം ക്രമേണ ദൈവം വെളിപ്പെടുത്തി തരുന്ന ചില കാര്യങ്ങൾ. But there are some revelations already established revelations. അത് ഓൾറെഡി നമുക്ക് ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുക. അതിന് മേലിൽ ഇനി ഒരു ചോദ്യമില്ല, ഇനിയും വീണ്ടും ചോദിക്കേണ്ട ആവശ്യമില്ല. അത് അങ്ങനെ വേണോ, ഇനി ഞാൻ വേറെ വഴി എടുത്താൽ കുഴപ്പമുണ്ടോ ചോദിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് ഓൾറെഡി there, ഇറ്റ് ഈസ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ്. അത് സ്ഥാപിക്കപ്പെട്ട വെളിപ്പാടാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനെ പിന്നെ മാറ്റാനായിട്ട് നമുക്ക് യാതൊരു നിവൃത്തിയുമില്ല. ജസ്റ്റ് ഫോളോ ഇറ്റ്, അനുസരിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം ദൈവത്തെ മീറ്റ് ചെയ്തില്ലെങ്കിൽ, ദൈവവുമായിട്ട് സംഗമിച്ചില്ലെങ്കിൽ, അല്ലെ ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെന്നില്ലെങ്കിൽ നമുക്ക് ദൈവവുമായിട്ടൊരു യഥാർത്ഥ സംഗമം ഉണ്ടാകുകയില്ല. That means we cannot enjoy God. നമുക്ക് ദൈവത്തെ അങ്ങനെ ആസ്വദിക്കാനായിട്ട് പറ്റുകയില്ല. Now, how it is possible? ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? What are the God's terms? ദൈവത്തിന്റെ വ്യവസ്ഥ എന്താ? നമ്മൾ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ദൈവത്തിന്റെ വ്യവസ്ഥ എന്താ അത് നമ്മൾ മനസ്സിലാക്കണം, അല്ലെ? ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം എങ്ങനെ ജീവിക്കാനായിട്ട് സാധിക്കും, അല്ലെ? ദൈവത്തിന്റെ വ്യവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുന്നത്. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അതായത് ആർ യു ലിവിംഗ് വിത്ത് യുവർ ഫുൾ പൊട്ടൻഷ്യൽ എന്നുള്ള ചോദ്യം ചോദിച്ചാൽ എന്താ മറുപടി പറയാറുള്ളത്? എന്താ മറുപടി പറയും? ആർ യു ലിവിംഗ് വിത്ത് യുവർ ഫുൾ പൊട്ടൻഷ്യൽ? പലരും പറയുന്ന നോ എന്നാ പറയാറുള്ളത്. ആരും യെസ് പറയാറില്ല. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ സേ നോ. ഇല്ല, ഞങ്ങൾ ഫുൾ പൊട്ടൻഷ്യലൊന്നും അല്ല ജീവിക്കുന്നത്. വൈ? നിങ്ങളുടെ ഏജിന് തക്ക പൊട്ടൻഷ്യൽ ആണോ ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ വി സേ നോ. എന്റെ കാര്യം എന്തുകൊണ്ട് നോ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഫുൾ പൊട്ടൻഷ്യൽ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് എന്റെ ഏജിലെ ഫുൾ പൊട്ടൻഷ്യൽ എന്താണെന്ന് എനിക്ക് അറിയാമെങ്കിൽ I will try to live according to that, അല്ലെ? അതനുസരിച്ച് ജീവിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം. പക്ഷെ അതെനിക്ക് അറിയത്തില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ അടുക്കലേക്ക് വരാനുള്ള ടേംസ് എന്താണെന്ന് എനിക്ക് അറിയില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവിടെ ചെന്ന് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുകയില്ല. അപ്പൊ എന്താണ് ഗോഡ്സ് ടേംസ്? ദൈവത്തിന്റെ അടുക്കലേക്ക് വരാനുള്ള ടേംസ് എന്താണ് എന്ന് ചോദിച്ചാൽ യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. യാക്കോബ് ലേഖനം 4-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. Yes. ഒന്നാമത്തെ കാര്യം അവിടെ പറയുന്നത് cleanse your hands. So when you come at the presence of God, or when you are going to meet God, so where you can meet God, the place, where is that place? The place is a place of holiness. അത് വിശുദ്ധിയുടെ സ്ഥലമാണ്. വിശുദ്ധിയുടെ സ്ഥലത്ത് മാത്രമേ ദൈവത്തിന് മീറ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അവിടെ വായിക്കുന്ന പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. It means you should be cleansed inwardly as well as outwardly. ഹൃദയത്തിൽ ശുദ്ധീകരണം വേണം, പുറത്ത് ശുദ്ധീകരണം വേണം. So if you are holy, you can meet God, because you can meet only in the holy place. വിശുദ്ധമല്ലാത്ത ഒരു സ്ഥാനത്ത് ദൈവത്തിന് നാമുമായിട്ട് സംഗമിക്കാനായിട്ട് കഴിയത്തില്ല. ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. When we come to Exodus chapter 19, 10 to 15, പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 10 മുതൽ 15 വരെ വാക്യങ്ങൾ നമ്മൾ ആ ഭാഗം നിങ്ങൾ നോക്കിയാൽ മതി. അവിടെ കാണുന്നത് ദൈവം സീനായി പർവ്വതത്തിൽ ഇറങ്ങി വരികയാണ്. God was descending the Mount of Sinai. അപ്പൊ അവിടെ ഇറങ്ങി വരുമ്പോൾ 2 കാര്യങ്ങൾ ദൈവം മോശയോട് ആവശ്യപ്പെട്ടു. There are 2 things God demanded to Moses. എന്തൊക്കെയാ? ഒന്ന്, അവർ വസ്ത്രം അലക്കണം. They have to wash their clothes. അവരുടെ വസ്ത്രം അലക്കണം എന്ന് നമ്മൾ അതിന്റെ 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. രണ്ടാമത്തെ കാര്യം verse 15, രണ്ടാമത് നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ ഭാര്യമാരുടെ അടുക്കൽ പോകരുത്. Refrain from sexual activity. അപ്പം ലൈംഗിക കാര്യങ്ങൾ നിങ്ങൾ ഒഴിഞ്ഞിരിക്കണം. There are 2 demands God put before them.
എന്തിനാ ദൈവം അങ്ങനെ വെച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗോഡ് ഈസ് ഓൾവേസ് ഡിമാൻഡിങ് അവർ ഔട്ട്വേർഡ് ക്ലെൻലിനെസ് ആൻഡ് ഓൾസോ ഇൻവേർഡ്. നമ്മുടെ അകത്തും പുറത്തുമുള്ള വിശുദ്ധി ദൈവം പ്രതീക്ഷിക്കുന്നു, ദൈവം ആവശ്യപ്പെടുകയാണ്. ഇറ്റ്സ് എ ഡിമാൻഡ് ഫ്രം ഗോഡ്. എന്നിട്ട് verse 12 വാക്യം വായിച്ചു. 12 വാക്യം. You shall set bounds to the people all around, saying, take heed to yourselves that you do not go up to the mountain or touch its face. Whoever touches the mountain shall surely be put to death. അവിടെ വായിക്കുന്ന എങ്ങനെയാണ്? എന്നിട്ട് ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ദൈവം ഒരു അതിര് വെച്ചു. God put a boundary. ഒരു ബൗണ്ടറി വെച്ചിട്ട് പറഞ്ഞു, ഡോണ്ട് ക്രോസ് ദിസ് ബൗണ്ടറി. ഈ അതിന് ഇപ്പുറത്തേക്ക് വരല്ലേ. ആരെങ്കിലും പർവ്വതം തൊട്ടാൽ എന്ത് ചെയ്യണമെന്നാണ്? കല്ലെറിഞ്ഞു കൊല്ലണം, മരണശിക്ഷ അനുഭവിക്കണം. നമുക്കത് മനസ്സിലായി അല്ലെ? We got it. Now let's go to Hebrew chapter 12 verse 20. എബ്രായലേഖനം 12-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം കൂടെ നമുക്കത് വായിക്കാം. Hebrews chapter 12 verse 20. For they could not endure what was commanded. They could not endure this commandment. What commandment? Okay, please. And if so much as a beast touches the mountain, it shall be stoned or cut with an arrow. If the beast touch the mountain, also should be thrown to death, killed, to be killed. അല്ലെ? മനുഷ്യനെ തൊടരുതെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മനസ്സിലാകും. ഇപ്പൊ ഒരാളോട് പറയാം, നീ അതേ തൊടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനല്ലേ, മനുഷ്യന് മനസ്സിലാകും. പക്ഷെ ഇവിടെ മനുഷ്യന്റെ കാര്യമല്ലേ എഴുതിയിരിക്കുന്നത്, പിന്നെ ഏതാ? മൃഗമാണ്. മൃഗം തൊടരുത്. മൃഗത്തിന് ബോധമുണ്ടോ? മൃഗത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ, മൃഗം നീ അതേ തൊടരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേതാ മനസ്സിലാകുന്നത്? പക്ഷെങ്കിൽ ഇവിടെ ദൈവം പറയുക, ഈ മൃഗം പോലും തൊട്ടാൽ എന്ത് ചെയ്യണം? കല്ലെറിഞ്ഞ് കൊന്നു കളയണം. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഈ കൽപ്പന ഇസ്രായേൽ ജനത്തിന് സഹിച്ചുകൂടാഞ്ഞു. അതിനങ്ങനെ പറഞ്ഞേക്കുന്നേ, സഹിച്ചുകൂടാഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളിപ്പോ പറഞ്ഞ കാര്യം തന്നെയാണ്. കാരണം മനുഷ്യനായിരുന്നെങ്കിൽ മനസ്സിലാകുവാൻ, മൃഗത്തോട് പറഞ്ഞാൽ മനസ്സിലാകുമോ? ഇത് എന്ന് ഇടയ്ക്കിടയ്ക്ക് തൊട്ട് കാണുമായിരിക്കും. അപ്പൊ കുറെ എണ്ണത്തിനെ കല്ലെറിഞ്ഞ് കൊന്നിട്ടുണ്ടാകും. കാരണം അതുകൊണ്ട് ഇസ്രായേൽ ജനത്തിന് ഇതങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഈ കൽപ്പന ഇതെന്തൊരു കൽപ്പനയാണ്? വാട്ട് കൈൻഡ് ഓഫ് ഗോഡ് ഈസ് ദിസ്? ഇതെന്നോ ദൈവമാണ്. ഇത് മനുഷ്യന് മാത്രമല്ല, മൃഗത്തോട് ഇങ്ങനെ ക്രൂരമായി ഇടപെടുന്ന ഒരു ദൈവം. അപ്പൊ ഇവിടെയാണ് നമ്മുടെ ചോദ്യം, why God put this boundary? അപ്പൊ എന്തിനാണ് ദൈവം ഈ ബൗണ്ടറി വെച്ചത്? ഇന്നും അതല്ലേ നമ്മൾ ചോദിച്ചത്, ഇന്നത്തെ യുവതലമുറ. കാരണം ഞങ്ങൾ യൂത്ത്സിന്റെ ഇടയിലൊക്കെ വർക്ക് ചെയ്യുന്നവരായതുകൊണ്ട് ഈ ചോദ്യങ്ങളൊക്കെ പലപ്പോഴും അഭിമുഖീകരിക്കാറുണ്ട്. The question is, why we need boundary? നമുക്ക് എന്തിനാ ബൗണ്ടറി? അങ്ങോട്ട് നോക്കല്ലേ, ഇങ്ങോട്ട് നോക്കല്ലേ, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. There are so many restrictions. Why do we need all these restrictions? Why we need the boundary? It's always asking the question, എന്താ അതിന് കാരണം എന്നറിയാമോ? Number 1, the first reason is, ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുന്നതിനെ ലഘുവായി എടുക്കാൻ പാടില്ല. Don't take lightly when you come at the presence of God. See, many times we don't give any seriousness to coming at the presence of God. ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുന്നതിന് നമുക്ക് ഒരു ഗൗരവമില്ല, അതിനൊരു സീരിയസ്നെസ് ഇല്ല. അപ്പൊ ദൈവം ഇവിടെ പറയുന്ന ഒരു കാര്യം, എന്റെ അടുക്കലേക്ക് വരുന്നത് എന്തായിട്ട് എടുക്കാൻ പാടില്ല. ഡോണ്ട് ടേക്ക് ഇറ്റ് ലൈറ്റ്ലി. ഏത് സമയത്ത് എപ്പം വേണമെങ്കിലും കയറി വരാവുന്ന ഒരു സ്ഥലമല്ല ദൈവത്തിന്റെ അടുക്കൽ എന്ന് പറയുന്നത്. നിന്റെ ഇഷ്ടപ്രകാരം വരാനുള്ള സ്ഥലമല്ല. മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ആവശ്യം പോലെ നടന്നേച്ച് എന്നാ പിന്നെ അടുത്ത ദിവസം ഇങ്ങോട്ട് പോന്നേക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ വരാനുള്ള സ്ഥലമല്ല. ടേക്ക് ഇറ്റ് സീരിയസ്. ഡോണ്ട് ടേക്ക് ഇറ്റ് ലൈറ്റ്ലി. ദൈവവചനം കേൾക്കുന്നതും ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ വരുന്നതും ടേക്ക് ഇറ്റ് സീരിയസ്. അതുകൊണ്ടാണ് നമ്മൾ എബ്രായലേഖനത്തിൽ വായിക്കുന്നത്, കൂടിവരവുകളെ എന്ത് ചെയ്യരുത്? ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. അല്ലെ? To fellowship, come together, coming for the meeting, that should not be taken lightly. അതിനെ നമ്മൾ ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. രണ്ട് നില ഉപേക്ഷയായിട്ട് വിചാരിക്കാം. എങ്ങനെ രണ്ട് നിലയിൽ? ഒന്ന്, വരാതിരുന്ന് ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. Today I am not going for the meeting. Today I am not going to worship the Lord. Today I am so tired, so I am going to take leave. Okay? അപ്പൊ അത് ഉപേക്ഷയായിട്ട് വിചാരിക്കാം. ഇനി രണ്ടാമത് ഉപേക്ഷയായിട്ട് വിചാരിക്കാം. എപ്പോഴാണെന്നറിയാം? വന്നിരുന്നോണ്ട് ഉപേക്ഷയായിട്ട് വിചാരിക്കാം. ഇവിടെ വന്നിരുന്ന് കൂട്ടുകാരെ കഴിച്ച് പിന്നെ
ഉറക്കമൊക്കെ ഇട്ട് അല്ലെങ്കിൽ യാതൊരു സീരിയസ്നെസ് കൊടുക്കാതെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പെട്ട് ഈവൻ ദോ അവർ ബോഡി ഈസ് ഹിയർ ബട്ട് അവർ മൈൻഡ് വിൽ ബി സംവെയർ എൽസ് റോമിങ് ഹിയർ ആൻഡ് സോ അങ്ങനെ ചെയ്താലും നമ്മൾ എന്ത് ചെയ്യുക? ഉപേക്ഷയായിട്ട് വിചാരിക്കുക. സോ ഡോണ്ട് ഡു ദാറ്റ്. ഡോണ്ട് ടേക്ക് ഇറ്റ് ലൈറ്റ്ലി ടു കം അറ്റ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. അതിനാ ദൈവം ബൗണ്ടറി വെച്ചത്. അത് തിരിച്ചറിയണം. ഇസ്രായേലിന് അത് മനസ്സിലായി. ചുമ്മാതെ പോയാൽ പറ്റുകയില്ല. ആടിനെ കന്നാലിയെ കഴിച്ചു വിട്ടേച്ച് അത് കയറിക്കോട്ടെന്ന് വിചാരിച്ചാൽ നടക്കില്ല. ടേക്ക് ഇറ്റ് സീരിയസ്. ഇനി രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ദൈവം വ്യവസ്ഥ വെച്ചതാണ്. എന്തിനാ വ്യവസ്ഥ വെച്ചത്? യു കം അറ്റ് ഹിസ് പ്രസൻസ് അക്കോർഡിംഗ് ടു ഹിസ് സ്റ്റെപ്സ്. ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം അവന്റെ അടുക്കിലേക്ക് വരണം. അതിന് മാത്രമേ അനുവാദമുള്ളൂ എന്നുള്ളത് ജനം അറിയണം. അതിനു വേണ്ടിയാണ് ഗോഡ് പുട്ട് ദ ബൗണ്ടറി. അപ്പം ദൈവം ബൗണ്ടറി വെച്ചതിന് പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഗോഡ് ഹാസ് എ പർപ്പസ് ബിഹൈൻഡ് ഇറ്റ്. നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടിയൊന്നുമല്ല. സീ, ബിക്കോസ് ഹി ഈസ് ഗോഡ്, ഹി ഈസ് സോവറിൻ ഗോഡ്. വി നീഡ് ടു അഡ്മയർ ആൻഡ് അക്നോളജ് ദിസ് ഗ്രേറ്റ് ഗോഡ്. അപ്പൊ ആ ദൈവത്തെ നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, മറ്റുള്ള ആളുകൾ, ജീവനില്ലാത്ത ദൈവത്തെ ആരാധിക്കുന്ന ആളുകളെ നമ്മൾ നോക്കിയാൽ മതി. അവരെത്ര ഭക്തിയോടും ഭയത്തോടും കൂടെയൊക്കെയാണ് അവർ പല കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷെങ്കിൽ നമുക്ക് എത്രമാത്രം ആ ഭയത്തോടുകൂടിയാണ് നമ്മൾ ദൈവത്തെ സേവിക്കുന്നത്. പത്രോസ് ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ പ്രവാസകാലം എങ്ങനെയാണ്? ഭയത്തോടെ കഴിക്കണം എന്ന് കാരണം പറയുന്നുണ്ട്. ബിക്കോസ് യു കോൾ ഗോഡ്. നിങ്ങൾ ദൈവത്തെ വിളിക്കുന്നത് എങ്ങനെ വിളിക്കുന്നത്? സ്വർഗസ്ഥനായ പിതാവേ. Because you have a relationship with God, you are able to call God Father. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനുള്ള ഒരു അവകാശം നമുക്ക് ലഭിച്ചു. അതുകൊണ്ട് ആ അവകാശം എനിക്ക് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? Don't take it lightly. You should be serious in your life. അപ്പൊ ദൈവത്തിന്റെ അടുക്കലേക്ക് വരുന്നത് നമ്മൾ സീരിയസ് ആയിട്ട് കാണണം. അതിനുവേണ്ടിയാണ് ദൈവം ബൗണ്ടറി വെച്ചത്. കാരണം ദൈവത്തിന് ആ വിശുദ്ധിയുടെ പ്ലാറ്റ്ഫോമിൽ മാത്രമേ നമ്മെ മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. Let's turn to the book of Exodus. പുറപ്പാട് പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് പോകാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിലെ 1-ാമത്തെ വാക്യം. Exodus chapter 3 verse 1. Now Moses was tending the flock of Jethro his father-in-law, the priest of Midian. He led the flock to the path of the desert and came to Horeb, the mountain of God. അവിടെ നമ്മൾ വായിക്കുന്നത്, മോശ മിദ്യാനിലെ പുരോഹിതനും തന്റെ അമ്മായിപ്പനുമായി യിത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുവന്നു എന്നാണ്. ദൈവത്തിന്റെ പർവ്വതം. സോ വാട്ട് ഈസ് ദിസ്? ഈ പർവ്വതം ഏതാണ്? ലീഡിംഗ് ദ ഫ്ലോക്ക് ബിയോണ്ട് ദ വിൽഡർനെസ് ഹി കെയിം ടു ദ മൗണ്ടൻ ഓഫ് ഗോഡ്. What is this mountain of God, or where is this mountain of God? If you read Exodus chapter 24 verse 13, പുറപ്പാട് പുസ്തകം 24:13 നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും, this mountain of God is the Sinai. അത് സീനായി പർവ്വതം തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ പർവ്വത നിരകളിലെ ഒന്നാണ് ഈ ഹോരേബ് എന്ന് പറയുന്ന ഈ പർവ്വതം എന്ന് കാണുവാനായിട്ട് കഴിയും. Now listen, മോശയെ ദൈവം ഇപ്പൊ എത്തിച്ചിരിക്കുക എവിടെയാണെന്നറിയാമോ? ഈ മരുഭൂമിക്ക് അപ്പുറത്ത്, ബിയോണ്ട് ദ വിൽഡർനെസ്, ബിയോണ്ട് ദ വിൽഡർനെസ്, the place called Horeb, that is God's mountain, അതായത് മൗണ്ടൻ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പർവ്വതത്തില് അവിടെ എത്തിച്ചിരിക്കുക. എന്തിനാ അവിടെ എത്തിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ ഒരു കാര്യം, അഥവാ God wants to meet Moses. ദൈവവും മോശയുമായിട്ടൊന്ന് സംഗമിക്കണം. ദൈവത്തിന് മോശയോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം ദൈവത്തിന്റെ കാര്യങ്ങൾ മോശയെ അറിയിക്കാനായിട്ട് ദൈവം തന്നെ ഇത്ര ദൂരം കൊണ്ടുവന്ന് ഈ സ്ഥലത്തൊരു പ്രത്യേകമായ സ്ഥലത്ത് കൊണ്ടുവന്നിരിക്കുക. ഇനി ആ സ്ഥലത്തിന്റെ പ്രത്യേകത നമ്മളവിടെ വായിക്കുന്നു. അപ്പോഴാണ് മോശ ഒരു മുൾപ്പടർപ്പ് കത്തുന്നത്, അത് വെന്തുപോകാതിരിക്കുന്ന അത്ഭുതമായ കാഴ്ച കാണുന്നത്. അപ്പൊ മോശ he was thinking, what is this? അതെന്താണ് എന്നറിയാനായിട്ട് മോശയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടായി. നമ്മൾ വായിക്കുന്നത്, he wants to see that, what is this? അപ്പൊ മോശ അടുത്തേക്ക് ചെല്ലുക. അടുത്തേക്ക് ചെന്നപ്പോൾ നമ്മൾ വായിക്കുന്നത് എന്താണ്?
ഡോണ്ട് കം നിയർ ടു മീ, എന്റെ അടുത്തേക്ക് വരരുത്. പിന്നെ അടുത്ത വാക്കെന്താ? നീ നിൽക്കുന്ന സ്ഥലം ഇറ്റ്സ് എ ഹോളി പ്ലേസ്, വിശുദ്ധ ഭൂമിയാകയാൽ നിന്റെ കാലിന്ന്. അപ്പൊ ദൈവം എവിടെയാ മീറ്റ് ചെയ്യുന്നേ? വിശുദ്ധ ഭൂമിയില, ദ ഹോളി പ്ലേസ്. അപ്പൊ ദൈവത്തിന് മോശയോട് മീറ്റ് ചെയ്യാനായിട്ട്, മോശയുമായിട്ട് സംഗമിക്കുവാനായിട്ട് ഒരു പ്രത്യേക സ്ഥലം ദൈവം തിരഞ്ഞെടുത്തു. ദാറ്റ് ഈസ് എ ഹോളി പ്ലേസ്. ഇത് വിശുദ്ധ ഭൂമിയാണ്. ആ വിശുദ്ധ ഭൂമി ആയതുകൊണ്ട് എന്റെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളയുക. ഇനി ഏതാ വിശുദ്ധ ഭൂമി എന്ന് പറയുന്നത്? Where God does, that's a holy place. എവിടെയാണോ ദൈവം വസിക്കുന്നത് അതാണ് വിശുദ്ധ ഭൂമി. പ്രത്യേക ഒരു ഭൂമിയെ നമുക്ക് വിശുദ്ധ ഭൂമി എന്ന് വിളിക്കുകയല്ല. ദൈവത്തിന്റെ പ്രസൻസ് എവിടെയുണ്ടോ, ദൈവത്തിന്റെ സാന്നിധ്യം എവിടെയുണ്ടോ, that place is called a holy place. അവിടെയാണ് ചെല്ലേണ്ടത്. അല്ലാതെ നമ്മുടെ ഭൂമി ദൈവം വിശുദ്ധമാക്കിയിട്ട് ദൈവം ഇങ്ങോട്ട് വരികയല്ലായിരുന്നു. Where we see that, God does a place, അല്ലെങ്കിൽ ദൈവം ഒരു പ്ലേസ് തെരഞ്ഞെടുത്തു. എന്നിട്ട് പറയാ, ദൈവം പറയാ മോശയോട് ഇത് വിശുദ്ധ ഭൂമിയാണ്. എന്നിട്ട് മോശയെ അങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പം ആ ദൈവത്തിന്റെ ടേംസിലേക്ക് ഇറങ്ങി ചെല്ലുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ വിശുദ്ധിയുടെ പ്ലാറ്റ്ഫോം. ഇനി ഈ വിശുദ്ധിയുടെ പ്ലാറ്റ്ഫോമിൽ മോശ നല്ലൊരു കാഴ്ചയാണ് കാണുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്. അപ്പൊ എന്നിട്ട് അടുത്തത് നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം, ആ വിശുദ്ധ ഭൂമിയിൽ അല്ലെങ്കിൽ ആ സ്ഥലത്ത് എന്താണ് ആ സ്ഥലത്തിന്റെ പ്രത്യേകത? അവിടെ എന്താണ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഓൺലി ഗോഡ്സ് ലൈറ്റ്. ദൈവത്തിന്റെ വെളിച്ചം മാത്രമേ അവിടെ ഉള്ളൂ. ഒന്ന്, സൂര്യൻ അവിടെയെങ്കിൽ അത് ദൈവത്തിൻ്റെതാണ്, ദൈവത്തിന്റെ പ്രകാശങ്ങളാണ്. എന്നെ കാണുന്നത് അത് കത്തുന്ന കാഴ്ചയാണ്. അവിടെയും ആ പ്രകാശം ദൈവത്തിന്റെ പ്രകാശമാണ്. അപ്പോൾ ആ ദൈവിക പ്രകാശം മാത്രം അവിടെ ഉണ്ട്. ഗോഡ്സ് ലൈറ്റ് ഈസ് ദെയർ. സെക്കൻഡ്, രണ്ടാമത് അവിടെ എന്താ ഉള്ളത്? ഗോഡ്സ് വോയിസ്. വേറെ ഒരു ശബ്ദവും മോശയ്ക്ക് കേൾക്കാനായിട്ടില്ല. He can't hear any other noises because God has taken him to the beyond the wilderness. അല്ലെ, ആ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവം കൊണ്ടുവന്നു. He was not able to hear any other noises, only the voice of God. ദൈവത്തിന്റെ ശബ്ദം മാത്രം കേൾക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. മൂന്ന്, only God's counsel. ഇവിടെ മോശയ്ക്ക് ആലോചന കിട്ടുന്നത് ദൈവത്തിന്റെ ആലോചന മാത്രമേ ഉള്ളൂ. വേറെ ആരുടെ ആലോചനയില്ല. മോശയ്ക്ക് ഒരാളോട് ചോദിക്കാൻ പോലും ഇല്ല. ആരോടെങ്കിലും ഇത് ശരിയാണോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണോ എന്നൊന്ന് ചോദിക്കാൻ പോലും പറ്റുകയില്ല. ഓൺലി ഗോഡ്സ് കൗൺസിൽ, ദൈവത്തിന്റെ ആലോചന മാത്രം കിട്ടുന്ന സ്ഥലം. ഇനി നാലാമത്, ഓൺലി ഗോഡ്സ് ഹോളിനെസ്, ദൈവത്തിന്റെ വിശുദ്ധി മാത്രമുള്ള സ്ഥലം. ഇതാണ് ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഏത് സ്ഥലത്തിന്റെ? ദൈവവും മോശയുമായിട്ട് സംഗമിച്ച സ്ഥലത്തിന്റെ പേര് ദ ഹോളി പ്ലേസ്. ആ വിശുദ്ധ സ്ഥലത്ത് മോശയ്ക്ക് കിട്ടിയത് ഇതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവവുമായിട്ട് സംഗമിക്കുമ്പോൾ ആ സംഗമം അഥവാ ആ വിശുദ്ധിയുടെ സ്ഥലത്ത് നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ ഈ പ്രത്യേകതകൾ അവിടെ ഉണ്ടാകും. ഏത് പ്രത്യേകത? ഒന്ന്, നമ്മളിൽ ഒരു പ്രത്യേക വെളിച്ചം മിന്നുകയാണ്, ഒരു പ്രത്യേക പ്രകാശം നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. രണ്ട്, ദൈവിക ശബ്ദം നമുക്ക് കേൾക്കുവാൻ, വേറെ ഒന്നും കേൾക്കുന്നില്ല, ദൈവത്തിന്റെ ശബ്ദം മാത്രം കേൾക്കുന്ന ഒരു സമയം, ദൈവത്തിന്റെ ആലോചന മാത്രം കേൾക്കുന്ന സമയം, ദൈവത്തിന്റെ വിശുദ്ധി മാത്രം അനുഭവിക്കുന്ന സമയം. ഇതാണ് ഈ സ്ഥലത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത. ദൈവത്തിന് മീറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം എന്ന് പറയുന്നത് ദ പ്ലേസ് ഓഫ് ഹോളിനെസ്. ഞാൻ മുൻപോട്ട് പോകട്ടെ. രണ്ടാമത്, ഈ സ്ഥലത്ത് അഥവാ ദൈവം എവിടെയാണ് മീറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജെയിംസ് ചാപ്റ്റർ 4:8, യാക്കോബിലെ 4-ാം അധ്യായം അതിൽ 8-ാമത്തെ വാക്യം, 4-8-ാമത്തെ വാക്യം. Draw near to God, and He will draw near to you. Cleanse your hands, you sinners, and purify your hearts, you double-minded. Purify your hearts, you double-minded. What's the meaning of this? ഇരുമനസ്സുള്ള ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. ഇരുമനസ്സ്, double-minded എന്ന് പറഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്നത് അൺഡിവൈഡഡ് അറ്റൻഷൻ ആണ്.
ഒരു ഡബിൾ മൈൻഡോടുകൂടെയുള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ ദൈവത്തെ ആസ്വദിക്കാൻ പറ്റുകയില്ല. So he need undivided attention. So where you can meet God, the place of undivided attention. ഏകാഗ്രമായ ഹൃദയത്തോടുകൂടെ വേണം ദൈവത്തെ മീറ്റ് ചെയ്യാനായിട്ട്. എന്റെ ഹൃദയം മറ്റുള്ള പലതിലേക്ക് പോകുന്നു എങ്കിൽ നമുക്കൊരിക്കലും ദൈവത്തെ സേവിക്കാനായിട്ട് പറ്റുകയില്ല. കർത്താവ് തന്നെ പറഞ്ഞു, 2 യജമാന്മാരെ നിങ്ങൾക്ക് സേവിപ്പാൻ കഴിയുകയില്ല. You cannot serve 2 masters at the same time. ഒരേ സമയത്ത് 2 മാസ്റ്റേഴ്സിനെ നമുക്ക് സേവിക്കാനായിട്ട് കഴിയില്ല. അങ്ങനെ സേവിച്ചാൽ അതൊട്ട് വിജയിക്കുകയുമില്ല. Only one master. That's the question here. Who is your master? Are you serving the master, our God? 86-ാം സങ്കീർത്തനം അതിന്റെ 11-ാമത്തെ വാക്യം, Psalm 86 verse 11. അവിടെ സങ്കീർത്തനക്കാരന്റെ പ്രാർത്ഥന നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയും. എന്താ പ്രാർത്ഥിക്കുന്നത്? നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എന്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. You know, one who has the undivided attention can fear God. അവർക്കാണ് ദൈവത്തെ ഭയപ്പെടുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ദൈവത്തെ ഭയപ്പെടണമെങ്കിൽ എനിക്ക് ദൈവത്തോടുള്ള കൂറ് വേണം. ആ വാക്കാണ് ഞാൻ വിചാരിക്കുന്ന ഏറ്റവും നല്ലൊരു വാക്ക്. നമുക്ക് ലോയൽറ്റി ഇല്ലാതെ പോകുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ ലോയൽറ്റി ആരോടാണ്? ലോകത്തോടാണോ അതോ മറ്റാരോടെങ്കിലും ആണോ? അപ്പം എവിടെയാണ് നമ്മുടെ കൂറ് ഉള്ളത്? Say, our loyalty should be towards God. ദൈവത്തോടുള്ള കൂറ്. അതുകൊണ്ടാണ് സങ്കീർത്തനം പ്രാർത്ഥിച്ചത്, നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എന്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണം. God would unite his heart so that it would be totally devoted to him. That's another translation says. Totally devoted to him. പൂർണ്ണമായി ദൈവത്തിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു മനസ്സ് എനിക്ക് വേണം. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 30-ാം വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യം. യാക്കോബ് when he was coming back, തിരിച്ചു വരുന്ന സമയത്ത് യബോക്ക് കടവിന് അരികില് താൻ തനിയെ ശേഷിച്ച ഒരു സമയമാണ്. അവിടെ യാക്കോബും ദൈവവുമായിട്ടൊരു മൽപ്പിടുത്തമൊക്കെ നടന്നു. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇറ്റ് വാസ് എ ഗ്രേറ്റ് റെസ്ലിംഗ്. ആ റെസ്ലിംഗില് അവസാനം പറയുന്നുണ്ട്, യാക്കോബ് പറയാം, ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ട് ഞാൻ എന്ത് ചെയ്തില്ല, ഞാൻ മരിച്ചില്ല. എന്നിട്ട് ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു. പെനിയേൽ, ബ്യൂട്ടിഫുൾ നെയിം. ഞാൻ ദൈവത്തെ കണ്ട സ്ഥലമാണ്, ദൈവവുമായിട്ട് മല്ലുപിടിച്ച സ്ഥലം, ദൈവവുമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുമിച്ചിരുന്ന സ്ഥലം, ദൈവത്തെ എൻജോയ് ചെയ്ത സ്ഥലം. ആ ഒരു സ്ഥലത്താണ് യാക്കോബ് വന്നത്. പക്ഷെങ്കിൽ ആ സ്ഥലത്ത് യാക്കോബ്, നമ്മൾ 23-ാം വാക്യം വായിക്കുന്നത്, തനിക്കുള്ളതൊക്കെ അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു എന്നാണ്. തനിയെ ശേഷിച്ചു, he left alone എന്ന് നമ്മൾ വായിക്കുന്നു. തനിയെ ശേഷിച്ചു. അവിടെ 3-4 കാര്യങ്ങൾ വേഗത്തിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്പർ 1, he was alone. അവൻ തനിയായിരുന്നു. കാരണം ദൈവവുമായിട്ട് അഭിമുഖീകരിക്കുന്ന ആ സമയത്ത് he was alone. Nobody is there. ഒന്നുമില്ല അവന്റെ അടുക്കൽ. അവൻ തനിച്ചുള്ള ഒരു സമയം. ഇനി 2, അവൻ തനിച്ച ഒരു ആ സമയത്തായിരിക്കുമ്പോൾ വേറെ ആശ്രയിക്കാൻ വേറെ ആരുമില്ല. നമ്മൾക്ക് അറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഏകാന്തത എന്നുള്ളതാണ്. എനിക്ക് ആരുമില്ല എന്നുള്ള ആ ഒരു വിഷമം ഉണ്ടല്ലോ, അതിനേക്കാൾ വലിയൊരു വിഷമം ലോകത്തിൽ വേറെ ഒന്നുമില്ല. പണമില്ലെങ്കിലും ഇല്ല, കുഴപ്പമില്ല, മറ്റൊന്നും ഇല്ലെങ്കിലും എനിക്ക് ആരുമില്ലെന്നുള്ളൊരു ചിന്തയിലേക്ക് വന്നേ, അതോടുകൂടി ജീവിതം തകരും. അപ്പൊ അതാണ് മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം. കാരണം ഞാനത് ഈ 2-3 വർഷങ്ങളായിട്ട് ശരിക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ അവർ പറയുന്നത്, ചില അമ്മച്ചിമാരും അപ്പച്ചന്മാരൊക്കെ പറയുന്നത്, മോനെ എനിക്ക് ആരുമില്ലടാ, അവർക്ക് ആരുമില്ല എന്നുള്ളത്. പക്ഷെ എല്ലാവരും ഉണ്ട്, മക്കളുണ്ട്, എല്ലാവരും ഉണ്ട്, പക്ഷെങ്കിൽ എനിക്ക് ആരുമില്ല എന്നുള്ള ഒരു ചിന്ത. അതാണ് അവരുടെ ജീവിതത്തെ തകർക്കുന്ന ഒരു കാര്യം. Now here he is alone. തനിയാണെങ്കിൽ ദൈവത്തിൽ മാത്രം ആശ്രയിക്കും. ഇനി 2, he is wrestling. അവൻ മല്ലു പിടിക്കുക, ദൈവത്തോട് മല്ലു പിടിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്ന് മല്ലു പിടിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ ശ്രദ്ധ മുഴുവനും ആ വ്യക്തിയിൽ. ആരോട് മല്ലു പിടിക്കുന്നു? ആ വ്യക്തിയുടെ ആയിരിക്കണം നമ്മുടെ മുഴുവൻ ശ്രദ്ധ. 3, it was a persistent wrestling. അല്ലെ, ഒരേ നിലയിൽ മല്ലുപിടുത്തം നമ്മൾ വായിക്കുന്നത്. ആ രാവിലെ വരെ, നേരം വെളുക്കുന്നത് വരെയുള്ള മല്ലുപിടുത്തം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് തോൽപ്പിക്കാൻ പറ്റുകയില്ല. അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയിരുന്ന പിടിച്ച് ഒരു പക്ഷെ തോൽപ്പിച്ചേക്കാം. പക്ഷെങ്കിൽ it was an undivided attention is needed for this wrestling.
ഇനി നാലാമത് മല്ല് പിടിച്ച് ജയിച്ചു എന്നാണ്. അവന്റെ ഏകാന്തതയിൽ ദൈവത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള അവന്റെ റെസ്ലിംഗിൽ അവൻ വിജയം കണ്ടെത്തി. ആ സമയത്ത് ദൈവം താൻ ഏകനായിരിക്കുന്ന സമയത്ത് ദൈവം തന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് ആ ദൈവത്തെ ആസ്വദിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തില് നമ്മൾ വായിക്കുന്നത്. നമ്മുടെ കർത്താവ് ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞത്? നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. എന്തിനാ അറയിൽ കടക്കുന്നത്? വാതിലടയ്ക്കുന്നത്. ശ്രദ്ധ പതറിപ്പോകല്ലേ പ്രിയപ്പെട്ടവരെ? നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നവരാ, പക്ഷെങ്കിൽ നമുക്ക് എത്രമാത്രം നമ്മുടെ ശ്രദ്ധ മാറ്റിക്കൊണ്ടു പോകാനാ പിശാച് പലപ്പോഴും ശ്രമിക്കും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സമയം പോകുന്നു എങ്കിൽ ഞാൻ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മളൊന്ന് ഒരു മുറിയിൽ കയറി കഥ അടച്ച് പിന്നെ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇന്ന് ഞാൻ ഒരു അരമണിക്കൂർ പ്രാർത്ഥിക്കാൻ പോവാന്ന് പറഞ്ഞ് വേദോസം എടുത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോഴായിരിക്കും നമ്മുടെ ചിന്തയിലേക്ക് ഇതുവരെ വരാത്ത ഒരുപാട് ചിന്തകൾ വരും. നമ്മൾ കടം കൊടുക്കാനുള്ളത്, കടം മേടിച്ചത് ആർക്കൊക്കെയാണ് കടം കൊടുക്കാനുള്ളത്, പിന്നെ എല്ലാ ബില്ലുകളും, ഫോൺ ബില്ല്, പിന്നെ മോർഗേജ്, ഇത് എല്ലാ ബില്ലുകളും, ഇത് മുഴുവൻ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങ് കൊണ്ടുവരിക. പിന്നെ ഉടനെ വരും, ഇന്നാലൊക്കെ നമ്മളെ ഫോൺ വിളിച്ചാൽ തിരിച്ചു വിളിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ആ ചിന്തകളെല്ലാം ഇങ്ങനെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ പതുക്കെ നമ്മൾ അവിടെ നിന്ന് എന്നാ പിന്നെ ഫോൺ വിളിച്ചിട്ട് പിന്നെ പ്രാർത്ഥിക്കാം. അതോടുകൂടി പ്രാർത്ഥനയും കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ പറയുന്നൊരു കാര്യം, എപ്പോഴെങ്കിലും പ്രാർത്ഥിക്കാൻ അങ്ങനെ കയറിയാൽ ഉടനെ ഒരു നോട്ട്ബുക്കുമായിട്ട് കയറണം, ഒരു പേനയും പെൻസിലും ഒക്കെ എടുത്തുകൊണ്ട് കയറുക. എന്നിട്ട് ഇതെല്ലാം അങ്ങനെ വരും കേട്ടോ, മനസ്സിൽ വരുന്നത് എല്ലാം കുറിച്ച് വെച്ചേക്കണം. ഫോൺ ബില്ല്, മോർഗേജ്, ഇതെല്ലാം എഴുതി, വിളിക്കാനുള്ളവരുടെ പേരും എല്ലാം എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അവസാനം ഇതെല്ലാം ഐ വിൽ ടേക്ക് ഓഫ് ഓൾ ദീസ് തിങ്സ് ആഫ്റ്റർ മൈ പ്രേയർ. എന്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ ചെയ്തോളാം. ഇത് ചെയ്തില്ലെങ്കിലുണ്ടല്ലോ ഒരിക്കലും നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടുകയില്ല. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് we need to meet God. May His name be glorified.